വർഷമായി. ഇപ്പം 2 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണത്തിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവളുടെ പഠിപ്പും, കാരണം അവളുടെ ഡോക്ടറാണ്, അവൾക്ക് PG ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, കാരണം അവർ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അവൾക്ക് കുറച്ച് കരിയറും അവളുടെ പഠനവും കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ 2 വർഷം ഡിലേ ആക്കിയതാണ്. ഇതിപ്പം 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങളുടെ വിവാഹത്തിൻ്റെ റിസപ്ഷൻ പ്രോഗ്രാംസ് ആണ്. ബംഗാളി സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് ഡ്രസ് കോഡ് പോലും നല്ല കിടിലനായിട്ടുണ്ടായിരുന്നു. അതാണ് ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ നിമിഷം പറയാനുള്ളത് 2 പേർക്ക്? ഡ്രസ് കോഡൊക്കെ ഈ പറയുന്നത് മാതിരി എപ്പിസോഡ് ഉണ്ട്, ഖലീഫ് ഉണ്ട്, ലേവൈറ്റ് ഉണ്ട്, പിന്നെ വേറെ പേസ്റ്റലുണ്ട്. അപ്പോൾ നല്ല കുറച്ച് ടീമുകളെ കിട്ടി, അവർ നല്ല രീതിയിൽ ചെയ്തു തന്നു. യാതൊരുവിധ പ്രശ്നക്കാരെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തന്നു. എൻ്റെ കല്യാണത്തിന് മുന്നേ, കുറച്ച് മുന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അടിച്ചു പോണത്. പക്ഷേ കൊളാബ് പറഞ്ഞ ആൾക്കാർക്കൊന്നും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർ ഭയങ്കര സന്തോഷത്തോടുകൂടി എല്ലാം ചെയ്തു തന്നു. നല്ല രസം ഉണ്ടായില്ലേ ഡ്രസ്സ്? എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? വേറൊരു അടിപൊളിയായിരുന്നു. കാരണം നമ്മളിവിടെ വിചാരിക്കണ പോലെയല്ല, അവിടുത്തെ ഫംഗ്ഷൻ വേറെ ടൈപ്പാണ്. അത് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യുമ്പോൾ പലരും പറയുന്നത് കേട്ടു, കാരണം എന്താണ് തലയിൽ വെച്ച് കൊണ്ടുപോകണമെന്ന്. കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലക്നൗവിലെ വെഡ്ഡിങ് ഈവൻറ്റ് മുസ്ലിംസിൻ്റെ ആണെങ്കിൽ തന്നെ അവിടുത്തെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു സ്റ്റൈലും അവരുടെ കുറച്ച് കൾച്ചറൊക്കെ മാറ്റമുണ്ട്, ഭയങ്കര മാറ്റമുണ്ട്. ഇവിടുത്തേനെക്കാട്ട് ഭയങ്കര മാറ്റമുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ അതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ? പിന്നെ ഞാൻ വേറെ ചെയ്തിട്ടില്ലല്ലോ. ഇവിടുത്തെ കല്യാണം മാതിരിയല്ലല്ലോ, അവിടുത്തെ വേറെ തന്നെയാണ്. അവിടെ ആകുള്ളൊരു പ്രശ്നം, മര്യാദക്ക് ആൾക്കാർക്ക് വണ്ടി റോഡിലൂടെ ഓടിക്കാറിയില്ല. അങ്ങനത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സിസ്റ്റം അവിടുത്തെ കുറച്ച് പ്രശ്നമുണ്ട്. അതൊക്കെ നമ്മുടെ നാട് കേരളം. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാരാണ്. ഭയങ്കര പാവങ്ങളാണ് അവിടുത്തെ ആൾക്കാരൊക്കെ. ഭയങ്കര രസമാണ്. ഈ 2 വർഷമാണ് നിങ്ങൾ ഹണിമൂൺ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി? അങ്ങനൊന്നും ഇല്ലടാ. എന്താടാ, നമ്മളെവിടെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഞാൻ അറിയിക്കാം ഹണിമൂൺ എവിടെ. വിളിച്ച എല്ലാവരും വന്നോ വിവാഹത്തിൽ? എല്ലാവരും വന്നു. ആര്യന് വരാൻ പറ്റിയില്ല. ആര്യൻ്റെ അമ്മ വയ്യാണ്ട് കിടക്കാറെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ജിസൈലിന് വരാൻ പറ്റില്ല, ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ചിത്ര ചേച്ചി പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല ചെന്നൈയിൽ. എടാ അതൊക്കെ അതിനിട്ട് കഴിഞ്ഞാൽ തെറിയക്കൂടാ. ഒരുപാട് പറഞ്ഞു. വൈഫിന്റെ നാട്ടുകാർ അത് ഭയങ്കര സ്നേഹമായിരുന്നടാ. നാട്ടിലേക്ക് പോയപ്പോ നമ്മുടെ പിന്നാലെ വരും, കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഇവർക്ക് ഒരുപാട് ഫാമൊക്കെ ഉണ്ട് അവിടെ. നേപ്പാൾ, ഇവരുടെ ശരിക്കും തറവാട് നേപ്പാൾ ഇന്ത്യ ബോർഡറിലാണ്. അവിടെ കുറെ ഫാമും. അപ്പോൾ അവിടുത്തെ കുട്ടികളും ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാവരും ഭയങ്കര രസമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ലക്നൗ സ്പെഷ്യൽ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഫിന്റെ ബീഫ് എന്ന് പറയാൻ പാടില്ല. ശരി കേട്ടോ, അവിടെ ബീഫ് അങ്ങനെ പറഞ്ഞാലും പ്രശ്നമുണ്ട്. അത് ഞാൻ അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതൊന്നും ഭയങ്കര ഇതൊന്നും ഇതാക്കരുതിട്ടാ. അവിടെ പോയപ്പോ പറഞ്ഞു പോയല്ലോ റബ്ബേ. അല്ല, അവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മട്ടന്റെ നഹാരി. അല്ല, ഹലീം ഇഷ്ടമാണ്, പക്ഷെ നഹാരി നഹാരി അത് അടിപൊളിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ലക്നൗവിൽ പോകുമ്പോൾ ട്രൈ ചെയ്യുക, അടിപൊളിയാണ്. പുതിയ ആൽബം വരുന്നുണ്ട്. നെബിനായിട്ടൊരു പാട്ട് വരുന്നുണ്ട്, അനാർക്കലിനായിട്ടൊരു പാട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് അനാർക്കലി മരക്കാർ, അങ്ങനെ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും വന്നതിലും ഇതിൽ പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു ബ്രോ. അത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ഒരുപാട് സന്തോഷം. ബിരിയാണി, ചിക്കൻ ബിരിയാണി, മലബാർ ചിക്കൻ ബിരിയാണി ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ലക്നൗവിലാണെങ്കിലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വൈഫിന് ഇവിടെ കേരളത്തിൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്നാ? അതന്നെ, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. അവൾ UP-യിലാണെങ്കിലും ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ്. പിന്നെ പരിപ്പ് കറി. മന്തി ഇഷ്ടമല്ല? എന്തുവാടേ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? നിനക്ക് നമ്മളെ എയർ ഗേറ്റിലല്ലേ കൊള്ളുള്ളൂ. കഴിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ലേ? അപ്പൊ എല്ലാവരും സന്തോഷം. താങ്ക് യു ബ്രോ. അതൊക്കെ പുള്ളി തന്നെയല്ലേ പറയാം. കോസ്റ്റ്യൂം അടിപൊളിയാണ്ടോ രണ്ടാളുടെ? താങ്ക് യു ബ്രോ. ഓക്കെ.